കുട്ടികളുടെ വിരശല്യം മാറണമെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തേ മതിയാവും, മരുന്ന് മാത്രം പോരാട്ടോ. അവരുടെ നഖങ്ങൾ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ട് വെക്കണം. അതിൻ്റെ അടിയിൽ ഈ വേംസിൻ്റെ മുട്ട ഇരിക്കാനുള്ള സാധ്യതകളും അത് അവർ ഭക്ഷണം കഴിക്കുന്നത് വഴി വീണ്ടും വയറിലേക്ക് എത്താനും വീണ്ടും ഈ ഒരു വേംസ് കൂടാനുള്ള സാധ്യതകളുള്ളതുകൊണ്ടാണ്. ഭക്ഷണത്തിന് മുന്നേ നിർബന്ധമായിട്ടും അവരുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാനായിട്ട് അവരെ ശീലിപ്പിക്കുക. 2 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേഷൻ എടുത്ത് അത് ചെയ്തു കൊടുക്കുക. ടോയ്ലറ്റിൽ പോയി വന്ന ശേഷം നിർബന്ധമായിട്ടും കൈകൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക. കുട്ടികളാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ അത് അവരെ ശീലിപ്പിക്കുക. നിങ്ങളാണ് കഴുകി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൈകളും കുഞ്ഞുങ്ങളുടെ കൈകളും അവരുടെ പിൻഭാഗവും മാക്സിമം സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകാനായിട്ട് ട്രൈ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന, ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അണ്ടർ ഗാർമെന്റ് മാറ്റി മറ്റൊരു ഡ്രസ്സ് അവരെ ധരിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുക. മധുരത്തിന്റെ ഉപയോഗം മാക്സിമം കുറക്കുക. ഹോമിയോപ്പതിക് മെഡിസിൻസും വേംസിന് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് വിശപ്പില്ലായകയും ഭക്ഷണം കഴിച്ചാൽ തടിക്ക് പിടിക്കായകയും ഈ വേംസുകളിൽ കുട്ടികളിൽ കാണാറുണ്ട്. വയറ് വീർത്തിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വയറ് വേദന കുട്ടികൾ പറയുന്നുണ്ടാവും. മലദ്വാരത്തിന്റെ അവിടെയായിട്ട് അവർ ചൊറിച്ചിൽ പറഞ്ഞേക്കാം. രാത്രി കാലങ്ങളിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് പുറത്തേക്ക് വെള്ള നിറത്തിൽ ചെറിയ വേംസ് വന്നിരിക്കുന്നതായിട്ടും കാണാം. ചെറിയ കുട്ടികളിലുള്ള പേരൻസിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.